ഓൾ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീടുകളിലും പൊതുവായിട്ട് കാണാറുള്ള ഒന്നാണ് അലമാര. പലതരത്തിലുള്ള അലമാര ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ചില ആൾക്കാർ ആവശ്യമുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് അലമാര വാങ്ങിക്കാറുണ്ട്. എന്നാൽ ചിലർ ആഡംബരത്തിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വലിയ വലിയ അലമാരകളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും തങ്ങളുടെ സമ്പാദ്യം ഭദ്രമായി സൂക്ഷിച്ചു വെക്കാനുള്ള ഇടമായാണ് പൊതുവെ അലമാരയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അലമാരയെ വീട്ടിലെ ചില്ലറക്കാരനായി മാറ്റി നിർത്താനാവില്ല. വീട്ടിൽ അലമാര വച്ചിട്ടുള്ള സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ചായിരിക്കും വീട്ടിൽ ധനത്തിന്റെ വരവും ചിലവും സംഭവിക്കുന്നത് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നമുക്കിടയിൽ തന്നെ പലരും പലപ്പോഴായി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് വരുമാനത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല, എന്നാൽ കിട്ടുന്ന വരുമാനം ശരവേഗത്തിൽ ചിലവായി പോകുന്നു എന്ന പ്രശ്നം. എന്നാൽ എങ്ങനെ ചിലവാകുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ കാരണവും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അലമാരയെ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പണം സൂക്ഷിക്കുന്ന അലമാര വീട്ടിൽ കൃത്യസ്ഥാനത്തല്ല ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാം. വരുമാനം കൃത്യമായി ലഭിക്കുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകളിലൂടെ പണം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത് സ്ഥിരമായി ആവർത്തിക്കുകയും ചെയ്യും. ഇനി ഇത് തടയാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വാസ്തുപ്രകാരം നമ്മുടെ വീട്ടിൽ ഓരോ വസ്തുക്കൾ വെക്കുന്നതിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് മറ്റ് സ്ഥാനങ്ങളിൽ നിങ്ങൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദോഷഫലങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവയെ കണ്ടെത്തി പ്രതിവിധി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ യാതൊരു കാരണവശാലും അലമാര വെക്കാൻ പാടില്ലാത്ത ഇടങ്ങളാണ് ഈശാനകോണും അഗ്നികോണും. ഈ രണ്ട് സ്ഥാനങ്ങളിൽ നിങ്ങൾ അലമാര സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകും. അപ്പൊ ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, എന്താണ് ഈശാനകോൺ, എന്താണ് അഗ്നികോൺ എന്നതിനെ കുറിച്ച്. വീടിന്റെ ഈശാനകോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ്. ഈ ഭാഗത്ത് അലമാര ഒരു കാരണവശാലും വെക്കാൻ പാടുള്ളതല്ല. ഈശാനകോൺ പൊതുവെ കിണറിനുള്ള സ്ഥാനമായാണ് കണക്കാക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ദിക്കിൽ അലമാര വെച്ചാൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയുക എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന പോലെ ധനം കണക്കില്ലാതെ നഷ്ടപ്പെടും. എത്ര രൂപ കയ്യിൽ ലഭിച്ചാലും അത് ചിലവായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കേ മൂലക്ക് ഒരു കാരണവശാലും അലമാര വെക്കാൻ പാടില്ല. ഇനി അഗ്നികോൺ എന്നാൽ തെക്ക് കിഴക്കേ മൂലയാണ്. തെക്ക് കിഴക്കേ മൂലയിൽ അലമാര വെച്ച് അതിൽ പണം സൂക്ഷിക്കുന്നത് തീയിലിട്ട് ചുട്ടരിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. കൂടാതെ അഗ്നികോണിൽ അലമാര വെച്ചാൽ സമ്പാദ്യത്തിന്റെ ഏറിയ പങ്കും ആശുപത്രിവാസങ്ങൾക്കും മരുന്നുകൾക്കുമായി ചിലവിടേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് സ്ഥാനത്തും അലമാര വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അലമാര വെക്കാൻ ഉത്തമമായ സ്ഥാനം ഏതാണ് എന്ന് നോക്കാം. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയാണ് അലമാര വെക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം. വിഘ്നനാശകനായ ഗണേശ ഭഗവാന്റെ സ്ഥാനമായാണ് കന്നിമൂല കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അലമാര വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനാവശ്യ ചെലവുകളെ വിഘ്നേശ്വരൻ തട്ടിമാറ്റുമെന്നാണ് വിശ്വാസം. കന്നിമൂലയിൽ അലമാര വെക്കുമ്പോൾ മുൻഭാഗം കിഴക്ക് ദർശനമായോ വടക്ക് ദർശനമായോ വെക്കുന്നതാകും ഉചിതം. മറ്റൊരു കാര്യം, അലമാരയിൽ സൂക്ഷിക്കുന്ന പണം ഗണപതി സങ്കല്പത്തിൽ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞു വെക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമായിരിക്കും. ഒപ്പം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അടുത്തായി വെക്കുന്നതും ഉത്തമമാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം. നിത്യോപയോഗത്തിനായി കന്നിമൂലയിലെ അലമാരയിൽ നിന്നും ദിവസവും പണം എടുക്കുന്നതിന് പകരം ഒരു ചെറിയ തുക ഇതിനായി വടക്ക് പടിഞ്ഞാറേ ദിക്കിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായ ചെലവുകൾ കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ധനം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്നത് തടയാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.